അപ്പോൾ ഇന്ന് നമുക്ക് പ്രേതകോപം ആണ് പഠിക്കേണ്ടത്. പ്രേതകോപം അല്ലെങ്കിൽ മാന്യയെ കൊണ്ടുള്ള ദോഷങ്ങൾ. പ്രേതകോപം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കാരകത്വം വരുന്നത് മാന്യക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ശരിയാവണ്ണം ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ മരിക്കുന്ന ആള് ദുർമരണങ്ങൾ സംഭവിക്കുക. ഒരു മിനിറ്റ്. മരിക്കുന്ന ആള് ദുർമരണങ്ങൾ സംഭവിക്കുക. ദുർമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാശം കൊണ്ടുള്ള മരണം, കയറ് കെട്ടി തൂങ്ങി മരിക്കുക, വിഷമടിച്ച് മരിക്കുക, ആക്സിഡന്റ് ഒക്കെ വന്ന് ബ്ലഡൊക്കെ പുറത്ത് ചാടി മരിക്കുക, വിഷം ഉള്ളിൽ ചെന്ന് മരിക്കുക, വിഷം കഴിച്ച് വിഷം തീണ്ടി, ഇങ്ങനെയൊക്കെയുള്ള മരണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആത്മാവിന് മോക്ഷം കിട്ടൂല എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മാവിന് ഗതി വരാതെ അത് പൈശാചിക രൂപത്തിൽ നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പൈശാചിക രൂപത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ബലികർമ്മങ്ങൾ, നല്ല കർക്കടക വാവൊക്കെ വരുമ്പോൾ നമ്മൾ പിതൃക്കൾക്ക് ബലിയിടും. ആ ബലി ഒന്നും അവർ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവിന് മോക്ഷം കിട്ടണം. ആത്മാവിന് മോക്ഷം കിട്ടിയാലേ അവർ പിതൃക്കളാവുള്ളൂ. ആത്മാവിന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ അവർ പിതൃക്കളാവില്ല. അങ്ങനെ വരുന്നതാണ് പ്രേതകോപം എന്ന് പറയുന്നത്. അങ്ങനെ പ്രേതകോപം വന്നു കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ അസുഖമുണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാവുക, ദാരിദ്ര്യം ഉണ്ടാവുക, സന്താന ക്ലേശം, സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ഏറ്റവും പ്രധാനം സന്താന ക്ലേശമാണ്. അത് എങ്ങനെയാകാം, സന്താനം കിട്ടാതെ വരാം, സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകാം, പിന്നെ അത് കഴിഞ്ഞ് ദാരിദ്ര്യം ഉണ്ടാകാം, പിന്നെ അസുഖങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും എന്ന് പറയും. ഇതിനെ നമ്മൾ പ്രശ്നത്തിലൂടെ ആണ് ഇതിനെ നിർണ്ണയിക്കുന്നത്. സാധാരണയായിട്ട് ഈ പ്രേതകോപം എന്ന് പറയുന്നത് ജാതകത്തിലൂടെ എടുക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റം ശരിയല്ല. ജാതകത്തിൽ മാന്യക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഇത് പ്രശ്നത്തിലാണ് കൂടുതലും പറയുന്നത്. പ്രശ്നമാർഗത്തിലാണ് ഈ കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അതായത് മാന്നി ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ രോഗപ്രശ്നമോ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരു അസുഖ പ്രശ്നമോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ, സാമ്പത്തിക ക്ലേശം വരികയോ, അല്ലെങ്കിൽ സന്താന പ്രശ്നമോ, വിവാഹ പ്രശ്നമോ, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമോ ഒക്കെ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവപ്രശ്നത്തിൽ ഭയങ്കരമാണത്, വളരെ വളരെ സൂക്ഷിക്കേണ്ടത് ദേവപ്രശ്നത്തിലാണ്. വയ്ക്കുമ്പോൾ മാന്യക്ക് അനിഷ്ടസ്ഥിതി വരിക. അനിഷ്ടസ്ഥിതി എന്ന് പറയുമ്പോൾ 6, 8, 12 ബാധാസ്ഥാനം. ബാധാസ്ഥാനത്തിലോ 6-ലോ 8-ലോ 12-ലോ ഒക്കെ മാന്നി പോയാൽ പ്രേതകോപം ഉണ്ട് എന്നർത്ഥം. അത് മാത്രമല്ല, ഇത് നമ്മളിങ്ങനെ പഠിക്കുന്നെങ്കിലും മാന്യ കേന്ദ്രത്തിൽ നിന്നാലും കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാം. ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ മാന്യ കേന്ദ്രത്തിൽ നിന്നിരുന്നാലും ദോഷമുണ്ട്. ബുക്കിൽ പറയുന്നത് അനിഷ്ടസ്ഥിതി മാത്രമാണ്. ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ മാന്യക്ക് അനിഷ്ടസ്ഥിതി, അനിഷ്ടസ്ഥിതി എന്ന് വെച്ചാൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 6, 8, 12, അതുപോലെ ബാധാസ്ഥാനം. ഇങ്ങനെ ബാധാസ്ഥാനത്തോ 6-ലോ 8-ലോ 12-ലോ മാന്യം നിന്ന് കഴിഞ്ഞാൽ പ്രേതകോപം ഉണ്ട് എന്ന് പറയണം. ആ മാന്യ കേന്ദ്രത്തിൽ വന്നാലും, ലഗ്നത്തിന്റെ നമ്മൾ എടുക്കുന്ന ആരൂഢത്തിന്റെ കേന്ദ്രത്തിൽ മാന്യ വന്നാലും പ്രേതകോപം അല്ലെങ്കിൽ പ്രേതത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയാം. കേന്ദ്രത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. കേന്ദ്രത്തിനാണ്. ഇപ്പോൾ കേന്ദ്രം എടുക്കുന്നത്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാന്യ 6, 8, 12 ബാധാസ്ഥാനം കേന്ദ്രമായി കഴിയുമ്പോൾ ഒരുപാട് സ്ഥാനങ്ങളായി. കേന്ദ്രമാകുമ്പോൾ 1, 4, 7, 10, പിന്നെ ബാധാസ്ഥാനം 6, 8, 12, ഒരുപാട് സ്ഥാനങ്ങളായി. ഏകദേശമുള്ള സ്ഥാനത്ത് വന്നിരുന്നാലും പ്രേതകോപം പറയാം. അതുകൊണ്ട് അത് എടുക്കുന്ന സാധാരണയായിട്ട് ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും മാന്യം പിടിച്ച് വലിച്ചിഴക്കരുത്. ഒരു രോഗപ്രശ്നം വരുമ്പോഴോ, ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോഴോ, അല്ലെങ്കിൽ സന്താന പ്രശ്നം വരുമ്പോഴോ, കുടുംബ പ്രശ്നം, ദേവപ്രശ്നത്തിലൊക്കെ അത് എടുക്കാവും. അല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതുപോലെ ഒരാൾ ഒരു ജോലിയുടെ കാര്യത്തിന് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യത്തിന് വരുമ്പോഴോ, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യത്തിൽ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും പറയാൻ നിൽക്കരുത്. ഗുളികൻ ബാധാരാശിയിലോ അനിഷ്ടഭാവങ്ങളായ 6, 8, 12-ലോ നിന്ന് കഴിഞ്ഞാൽ പ്രേതകോപം പറയാം.
ഗുളികൻ കേന്ദ്രത്തിൽ വന്നാലും പ്രേതകോപം പറയാം. ഇത്രയാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചത്. ഇതിനകത്ത് അപ്പോഴാണ് തുടക്കം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാം, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രാദ്ധം ശരിയായ രീതിയിൽ ചെയ്യാതെ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ മരണപ്പെട്ട ആള് ദുർമരണം നിമിത്തമാണ് മരിച്ചെങ്കിലോ, അദ്ദേഹത്തിന്റെ ആത്മാവിന് ഗതി കിട്ടാതെ പ്രേത രൂപത്തിൽ നിൽക്കും. മോക്ഷപ്രാപ്തി കിട്ടാതെ, അല്ലെങ്കിൽ അത് പിതൃക്കളാകാതെ അവര് പ്രേത രൂപത്തിൽ നിൽക്കുന്നതാണ് പ്രേതകോപം എന്ന് പറയുന്നത്, എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വന്നു കഴിഞ്ഞത് കണ്ടുപിടിക്കേണ്ട വഴി, ഒരു പ്രശ്നത്തില് മാന്നി 6-ലോ 8-ലോ 12-ലോ പോവുക, അല്ലെങ്കിൽ ബാധാസ്ഥാനത്ത് പോവുക എങ്കിൽ പ്രേതകോപം പറയാം. ഇതാണ് ബുക്കിൽ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് മാന്നി കേന്ദ്രത്തിൽ നിന്നാലും പ്രേതകോപം പറയാം. അതിനെ സ്വരൂപിച്ച് എടുക്കണം. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇത്രയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? സാറേ, ഈ ഒരു സംശയമുണ്ട് സാറേ. ഈ 6, 8, 12 എന്ന് പറയുമ്പോൾ അവിടെ അത് മാന്നി മറിഞ്ഞതായിട്ടല്ല, സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത് അല്ലേ? 6, 8, 12 വന്നാൽ അത് പ്രശ്നത്തിലാണ് 6, 8, 12 പ്രേതകോപമായിട്ട് കാണുന്നത്. അനിഷ്ടസ്ഥിതി വരുമ്പോൾ പ്രേതകോപം. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളത് ആവാഹനത്തിലാണ് ആ സാന്നിധ്യം വരുന്നത്. ഇപ്പോ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മാന്യെ നമ്മൾ ഒരു പ്രേതത്തിനെ ആവാഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നു. ആവാഹിക്കുമ്പോൾ അത് പ്രതിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, പ്രതിമയിൽ വന്നു ചേർന്നിട്ടുണ്ടോ, പ്രതിമയിൽ അതിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ടോ എന്നറിയാനാണ് കേന്ദ്രം. കേന്ദ്രം എന്ന് പറഞ്ഞാൽ സാന്നിധ്യ ഭാവമാണ്. ഒരു ദേവപ്രശ്നത്തിലൊക്കെ വയ്ക്കുമ്പോൾ കേന്ദ്രഭാവം എന്ന് പറയുന്നത് ദേവന്റെ സാന്നിധ്യ ഭാവം. അത് ആ രീതിയിലാണ് എടുക്കുന്നത്. അല്ലാതെ അനിഷ്ടസ്ഥിതി പറയുമ്പോൾ, നമ്മൾ ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ അനിഷ്ടസ്ഥിതിയിൽ ഗ്രഹങ്ങൾ വരുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ പരിഹാരം പറയുന്നത്. ഗ്രഹങ്ങൾക്ക് അനിഷ്ടസ്ഥിതി വരുമ്പോഴാണ് ദോഷം പറയുന്നതും പിന്നെ അതിന് പരിഹാരം പറയുന്നത്. അപ്പോൾ പ്രശ്നത്തിൽ വരുമ്പോൾ അനിഷ്ടസ്ഥിതിക്കാണ് പ്രാധാന്യം കൂടുതൽ. ബാധാസ്ഥാനത്തോ 6, 8, 12-ലോ വന്നാൽ അനിഷ്ടത. അത് സാന്നിധ്യം പറയുന്നത് ആവാഹന സമയത്ത്. മാന്നി നമ്മൾ പ്രേതത്തിനെ ആവാഹിക്കുമ്പോൾ നമ്മൾ പറയും, കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിമയിൽ ആവാഹിക്കപ്പെട്ടു. പ്രതിമയിൽ, വെള്ളി പ്രതിമയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിരിക്കും നമ്മൾ ചിലര് പിന്നെ ചന്ദനപ്പാവയിലൊക്കെ ആവാഹിക്കുന്നത്. മാന്ത്രികത്തിലൊക്കെ വരുമ്പോൾ ചന്ദനപ്പാവയിലൊക്കെ ആവാഹിക്കും. നമ്മൾ സാധാരണ സാധ്യമായ രീതിയാണെങ്കിൽ വെള്ളി പ്രതിമയിൽ ആവാഹിക്കും. അതാണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രേതകോപത്തിനെ കുറിച്ചാണ്. പ്രേതകോപം പറയുമ്പോൾ 6, 8, 12 ബാധാസ്ഥാനത്തിലാണ് പ്രാധാന്യം കൂടുതൽ. പക്ഷേ കേന്ദ്രത്വവും എടുക്കാറുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലേ എടുക്കുള്ളൂ. അത് ഉദാഹരണത്തിൽ നോക്കാം. ശ്ലോകം പറയുന്നത് എങ്ങനെയാണ്? ബാധ പ്രേതോത്ഭവാസ്യാൻ സ്ഥിതപതി ഗുളികെ ബാധകെ അനിഷ്ടപേവ എന്നാണ്. ബാധാസ്ഥാനത്തോ അനിഷ്ടസ്ഥാനത്തോ മാന്നി വന്നാലാണ് ഗുളികൻ അല്ലെങ്കിൽ പ്രേതകോപം പറയാറുള്ളത്. ഇത് പറയുന്നത് 43-ാമത്തെ പ്രമാണമാണ്. 15-ാമത്തെ ചാപ്റ്ററിൽ 43-ാമത്തെ പ്രമാണം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. 43:15 പ്രശ്നമാർഗം. ഇനി ഇങ്ങനെ നമുക്ക് പ്രേതകോപം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുള്ള പ്രേതമാണ്? ഇതിനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയും. ഇനി മരിച്ചുപോയത് അമ്മയാണ്, അമ്മയുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, അച്ഛനാണ്, അച്ഛന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, സഹോദര പ്രേതമാണ്, അന്യപ്രേതമാണ്, ഇങ്ങനെയൊക്കെ പറയണം. അതെങ്ങനെ പറയാമെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. ചൊവ്വയുടെ, ഈ ഗുളികന് ചൊവ്വയുടെ ബന്ധമുണ്ടായാൽ, ചൊവ്വയുടെ ബന്ധം എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ യോഗം വരാം, ചൊവ്വയുടെ ദൃഷ്ടി വരാം. രണ്ടുമില്ല, യോഗം ദൃഷ്ടി ഇല്ലെങ്കിൽ നിൽക്കുന്ന രാശി വെച്ചെടുക്കണം. യോഗവും ദൃഷ്ടിയും ഇല്ലെങ്കിൽ ഏത് രാശിയിൽ നിൽക്കുന്നു, ചൊവ്വയുടെ രാശി, ബുധന്റെ രാശി, വ്യാഴത്തിന്റെ രാശി, ശുക്രന്റെ, ശനിയുടെ, ബുധന്റെ, ചന്ദ്രന്റെ, സൂര്യന്റെ, അങ്ങനെ എടുക്കണം. അപ്പോൾ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ യോഗം വരിക, ചൊവ്വയുടെ ദൃഷ്ടി വരിക. അങ്ങനെ നിന്നാൽ കോപിച്ചിരിക്കുന്ന പ്രേതം ചൊവ്വയുടെ കാരകത്വമുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള മരണം എന്ന് പറയണം. അഗ്നി നിമിത്തം വരാം, ആയുധം നിമിത്തം വരാം,
വ്രണം വന്ന് മരിച്ചതാകാം, ഇങ്ങനെയൊക്കെ വരാം. ജ്വരം, വ്രണമൊക്കെ ചൊവ്വയുടെ കാരകത്വമാണ്. അഗ്നി നിമിത്തമായിട്ടോ ആയുധം നിമിത്തമായിട്ടോ ജ്വരം അല്ല വ്രണങ്ങൾ വന്നോ മരിച്ച പ്രേതമാകാം എന്നൊക്കെ നമുക്ക് പറയാൻ കുറെ നിയമങ്ങൾ ബുക്കിൽ പറയുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമൊന്നും നിൽക്കില്ല, നമ്മൾ വേറെയും രാശിയും കൂടെയൊക്കെ നോക്കേണ്ടി വരും. അത് നോക്കേണ്ടത് നോക്കാം. ബുക്കിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന മാന്യക്ക് ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യോഗവും ദൃഷ്ടിയും ഇല്ലെങ്കിൽ നിൽക്കുന്ന രാശി വെച്ച് ചിന്തിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ചൊവ്വയുടെ ബന്ധം, ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് അഗ്നി നിമിത്തം മരിച്ചതെന്നോ ആയുധം നിമിത്തം മരിച്ചതെന്നോ വ്രണങ്ങൾ വന്ന് മരിച്ചതെന്നോ എന്നൊക്കെ പറയാം. ഇത് ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുകയോ ശനിയുടെ ആയിട്ട് ബന്ധപ്പെടുകയോ ശനിയുടെ യോഗമോ ദൃഷ്ടിയോ ശനി ക്ഷേത്രത്തിൽ വരികയോ ചെയ്താൽ സ്വജനങ്ങളുടെ വിരഹം ഹേതുവായിട്ട്, അതായത് ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആരും നോക്കാനില്ലാതെ, ശനിക്ക് അങ്ങനെ ഒരു വിരഹ ദുഃഖത്തിന്റെ ആളാണ്, ആരും നോക്കാനില്ലാതെ വളരെ ക്ലേശിച്ചൊക്കെ മരിച്ച ആൾക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കാതെ ക്ലേശിച്ചൊക്കെ മരിച്ച ആൾക്കാർ എന്ന് പറയാം. ശനിയുടെ വന്നു കഴിഞ്ഞാൽ, ശനിക്കും ചൊവ്വയ്ക്കും. ഇനി രാഹുവിന്റെ യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ വിഷം തീണ്ടിയതാണെന്ന് പറയാം. വിഷം, ഗുളികൻ ബാധാരാശിയിലോ രാഹുവിന്റെ യോഗദൃഷ്ടിയോടെ വന്നാൽ പ്രേതം പാമ്പ് കടിച്ച് മരിച്ചതോ അല്ലെങ്കിൽ വിഷം എന്തെങ്കിലും ഉള്ളിൽ ചെന്ന് മരിച്ചതോ ഒക്കെ വരാം എന്നും പറയുന്നുണ്ട്. മാന്നി രാഹുവിന്റെ കൂടെ മാന്നി നിൽക്കുക, കേതുവിന്റെ കൂടെ മാന്നി നിൽക്കുക എന്നുള്ളത് കഴിഞ്ഞതിന്റെ അങ്ങേ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? മാന്നിയും രാഹുവും കൂടെ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ മാന്നിയും കേതുവും കൂടെ ഒരുമിച്ച് നിന്നാൽ എന്താണ് ഒരു ഫലം പറഞ്ഞു? ഓർമ്മയുണ്ടോ? പാമ്പ് കടിച്ചു മരണം. പാമ്പ് കടിച്ച് മരണം, അത് തന്നെയാണ്. അതാണ്. അപ്പോഴതിന്റെ അർത്ഥം ഇവിടെ കൂടി വരുമ്പോഴാണ് അത് ക്ലിയർ ആകുന്നത്. ഈ രാഹുവും മാന്യമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അത് വിഷത്തിന്റെ ലക്ഷണം. പാമ്പ് കടിച്ചുള്ള മരണം തന്നെ വരണമെന്നുള്ള നിർബന്ധമില്ല, വിഷം കഴിച്ച് മരിച്ചാലും മതിയാവും, വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചാലും മതിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. ബാക്കി രാശിശീലം വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നിൽക്കുന്ന രാശിയുടെ സ്വഭാവവും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുള്ളതും നിൽക്കുന്ന ഭാവങ്ങളും ഒക്കെ കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതിലേക്കാണ് നമ്മൾ രാശിശീലമൊക്കെ നേരത്തെ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിച്ചു വന്നത് മാന്യക്ക് അനിഷ്ടസ്ഥിതി അല്ലെ 6-8-12 അല്ലെങ്കിൽ ബാധാസ്ഥാനത്ത് മാന്നി വന്നാൽ പ്രേതകോപം പറയാം. ഈ മാന്നി ചൊവ്വയുടെ രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ചൊവ്വയുടെ യോഗം ദൃഷ്ടികൾ വരിക. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുമ്പോൾ വേറെ ഗ്രഹത്തിന്റെ യോഗവും ദൃഷ്ടിയും വരരുത്. അതായത് ചൊവ്വയുടെ രാശി എന്ന് ഉദ്ദേശിക്കുന്നത് ചൊവ്വയുടെ യോഗവും ദൃഷ്ടിയോ വരിക. ഒരു ഗ്രഹത്തിന്റെ യോഗവും ദൃഷ്ടിയും ഇല്ലെങ്കിലാണ് നിൽക്കുന്ന രാശിയെ പിടിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആയുധം കൊണ്ടോ അഗ്നി കൊണ്ടോ പിന്നെ വ്രണം വന്നോ ജ്വരം വന്നോ ഒക്കെ മരിച്ചതാകാം. ഇതുപോലെ ശനിയുടെ അത് വന്നു കഴിഞ്ഞാൽ, ശനിയുടെ യോഗദൃഷ്ടി ശനി ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ വിരഹം, സ്വജനങ്ങളുടെ വിരഹം ഹേതുവായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരും നോക്കാനില്ലാതെ വളരെ ക്ലേശിച്ചൊക്കെ മരിച്ച ഒരു ആത്മാവ്, ഒരു ജീവന്റെ പ്രേതമാണ് എന്ന് പറയാം. രാഹുവിന്റെ യോഗവും രാഹുവും കേതുവും യോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വ്രണം, വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതോ അല്ലെങ്കിൽ പാമ്പ് കടിച്ച് മരിച്ചതോ ആയിക്കൊള്ളാം എന്നാണ് പറയുന്നത്. ഇനി വേറെയും ഒരുപാട് പറയാം. ഇതേ സ്ഥലത്ത് ഒരു ജലരാശിയിൽ നിന്നും കണക്കാക്കുക എങ്കിൽ എങ്ങനെ പറയാം? വെള്ളത്തിൽ വീണ് മരിച്ചതെന്ന് പറയാം. ജലമൃതി പറയാം. അതാ പറഞ്ഞത്, ഒരുപാട് പറയാം. ഇത് മാത്രമല്ല, ഒരുപാട് പറയാം. ഇപ്പോ ആഗ്നേയ രാശികൾ ഏതൊക്കെ? ആഗ്നേയ രാശികൾ, അഗ്നി തത്വമുള്ള രാശി ഏതൊക്കെയാണ്? ചൊവ്വയുടെ ക്ഷേത്രം, അതായത് മേടം, ചിങ്ങം, ഇത് മൂന്നും, മേടം, ചിങ്ങം, ധനു, ഇത് മൂന്നും ആഗ്നേയ രാശിയാണ്. ആഗ്നേയ രാശി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അഗ്നി നിമിത്തം മരിച്ചു എന്ന് പറയാൻ കുറെ കൂടി. അപ്പോൾ മേടവും വൃശ്ചികവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം മേടം ചൊവ്വയുടെ രാശി, അത് ആഗ്നേയ രാശിയുമാണ്. ചൊവ്വയുടെ രാശിയാണ്, ആഗ്നേയ രാശിയാണ്. ചിങ്ങം ആരുടെ രാശി? സൂര്യന്റെ രാശിയാണ്, ആഗ്നേയ രാശിയാണ്. ഇതൊക്കെ എന്തോന്ന്
അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അഗ്നി നിമിത്തം എന്ന് പറയുന്നതിന് വേറെയും പോയിന്റുകൾ എടുക്കണം. ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ബാക്കി നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം കൂടി കളക്ട് ചെയ്യണം. ചൊവ്വയുടെ ബന്ധം വരികയും അപ്പൊ മേടൻ രാശിയിൽ ആണ് മാന്തി നിൽക്കുന്ന അനിഷ്ടസ്ഥിതിയിൽ വന്നു. പിന്നെ ലഗ്നത്തിനെ എടുക്കാം. ലഗ്നത്തിനെ എടുക്കുന്നതിൽ തെറ്റ്. ഇപ്പൊ വൃശ്ചികൻ രാശി ആണ് നമുക്ക് ആരൂഢം കിട്ടിയെന്ന് കണക്കാക്കുക. വൃശ്ചികൻ രാശി ആരൂഢം കിട്ടി. മേടത്തില് ആണ് മാന്തി നിൽക്കുന്നത്. അപ്പോൾ 6-ലായി. കിട്ടിയത് ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വയുടെ രാശി ആരൂഢം കിട്ടി. ചൊവ്വയുടെ രാശിയിലാണ് മാന്തി നിൽക്കുകയും ചെയ്യുന്നത്. ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം അഗ്നി നിമിത്തം തന്നെയാണെന്ന്. അപ്പൊ ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് പറയണം. പിന്നെ അത് കഴിഞ്ഞ് മാന്തി നിൽക്കുന്നത് ഓജരാശിയിലായാൽ പുരുഷ പ്രേതമെന്നും യുഗ്മരാശിയായാൽ സ്ത്രീ പ്രേതമെന്നും പറയാം. അത് അടുത്ത രീതിയാണ്. മാന്തി നിൽക്കുന്നത് ഓജരാശി പുരുഷ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ പുരുഷ പ്രേതം എന്ന് പറയാം. സ്ത്രീ രാശിയാണെങ്കിൽ സ്ത്രീ പ്രേതം എന്ന് പറയാം. പക്ഷെ ഇത് പലതുമൊക്കെ പറയുമ്പോൾ ആർക്കും ഒരു ഓർമ്മയും കാണൂല. വരുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവില്ല. അവർ പറയും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, നമുക്ക് ആര് മരിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഇവിടുന്ന് സ്ഥലമൊക്കെ താമസം മാറിപ്പോയിട്ട് ഒരു 10-25-30 വർഷമായി, അതിനു മുമ്പുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മളിതൊക്കെ പറയുന്നത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് കുറെയൊക്കെ പതുക്കെയൊക്കെ പറഞ്ഞാൽ മതിയാവും. ആദ്യമേ എടുത്ത് ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യമേ എടുത്ത് പ്രേതകോപത്തിനെ വലിച്ചിടരുത്. അതൊക്കെ കുറെ പതുക്കെ പറയുള്ളൂ. ആദ്യം അവരുടെ കാര്യങ്ങളും മുൻകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ജാതകം നോക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പ്രശ്നത്തിൽ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇത് പറഞ്ഞു വരാം. അതിനു മുമ്പ് ചാടിക്കാര് പറയാൻ നിൽക്കരുത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദം പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മാന്തി നിൽക്കുന്നത് പുരുഷ രാശിയാണെങ്കിൽ പുരുഷ പ്രേതമെന്നും സ്ത്രീ രാശിയാണെങ്കിൽ സ്ത്രീ പ്രേതമെന്നും പറയാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രായം ചോദിക്കും. സാധാരണ ആൾക്കാർ ചോദിക്കും എത്ര പ്രായം വരുമെന്ന് ചോദിക്കും. എങ്കിൽ എങ്ങനെ പറയും? മാന്തി പ്രേതത്തിന്റെ പ്രായം അവർക്ക് ചിലപ്പോൾ ഒരു ഉദ്ദേശം കാണും, ആരാണ് മരിച്ചിട്ടുണ്ടെന്നൊരു ഉദ്ദേശം കാണും. പ്രായം ചോദിച്ചാൽ എങ്ങനെ പറയാം? നിൽക്കണ ഗ്രഹത്തിന്റെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ സാറേ? ഏത് രാശിയിൽ ഗ്രഹത്തിന്റെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഗ്രഹത്തിന്റെ എല്ലാം മാന്യ നോക്കിയിട്ട് പറയാൻ ഒരു മെത്തേഡ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും പ്രാക്ടിക്കബിൾ അല്ല. അതും കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പോഴ് മുൻപൊക്കെ ആണെങ്കിൽ മനുഷ്യന്റെ ആയുസ് ഇപ്പം നമ്മൾ പറയുന്നത് 120 വയസ്സെന്നാണ്. 120 ആണെങ്കിലും സാധാരണയായിട്ട് ഒരു 90 വയസ്സൊക്കെയാണ് ഇപ്പൊ കണക്കാക്കാറുള്ളത്. 90 കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ വളരെ കുറവാണ്, റയറാണ്. അപ്പോൾ നമ്മൾ എടുക്കാറുള്ളത് 90 വയസ്സ് ഒരു മനുഷ്യന്റെ ആയുസ് മാക്സിമം 90 വയസ്സ്. അപ്പോൾ മാന്തിക്ക് ആകെ കൂടെ ഒരു രാശിയിൽ മാന്തി 30 ഡിഗ്രി വരെ ഉള്ളൂ. ഒരു രാശിക്ക് 30 ഡിഗ്രിയല്ലേ ഉള്ളൂ. അതിനപ്പുറം ഉണ്ടോ? അതിനപ്പുറം. അപ്പോൾ 30 ഡിഗ്രിയെ 90 വയസ്സെന്ന് എടുത്താൽ ഒരു ഡിഗ്രിക്ക് 3 വയസ്സ്. മാന്തി ഇപ്പൊ 5 ഡിഗ്രിയിൽ നിന്നാൽ 15 വയസ്സെന്ന് പറയാം. മാന്ന് 10 ഡിഗ്രിക്കകത്ത് നിന്നാൽ 10 ഡിഗ്രിയുടെ അടുത്ത് വന്നാൽ 30 വയസ്സ്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പിടിക്കില്ല. ചില സ്ഥലങ്ങളിൽ ഇത് ആപ്ലിക്കബിൾ ആവും, ചില സ്ഥലങ്ങളിൽ ആപ്ലിക്കബിൾ ആവില്ല. ഇന്നലെ മെനഞ്ഞാന്ന് ഒരു കാര്യം കൈകാര്യം ചെയ്തു, വളരെ കൃത്യമായിരുന്നു. 8 ഡിഗ്രിയിൽ മാന്തി നിന്നു ചോദിച്ചപ്പോൾ, മെനഞ്ഞാന്ന് 8 ഡിഗ്രി സംതിങ്ങിൽ വരും. 8 ഡിഗ്രി നിന്ന് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 23-24 വയസ്സ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ആയിരുന്നു. 24 വയസ്സിൽ ഒരു ജ്യേഷ്ഠൻ വിഷം കഴിച്ചു മരിച്ചു, ആത്മഹത്യയായിരുന്നു, പ്രേമനൈരാശ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രേമനൈരാശ്യമാണ് കാരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇവിടെ കൊണ്ട് പറയും. ഇപ്പൊ പറഞ്ഞിടത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ? പ്രേമനൈരാശ്യമാണ് കാരണമെങ്കിൽ ഇപ്പൊ പറഞ്ഞിടത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഈ പറഞ്ഞതിൽ ഒരിടവും വരുന്നില്ല. ശുക്രന്റെ രാശി എന്നാ വേണമെങ്കിൽ പറയാം. ശുക്രൻ പ്രേമത്തിന്റെ ഒക്കെ ആളല്ലേ. ഇതാ പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് കുറച്ച് കാര്യമേ പഠിക്കുള്ളൂ, ബാക്കി ആ ഇരിക്കുന്ന രാശിയെ കൂടി സങ്കല്പിച്ച് പറയണം. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകേണ്ടത്. എന്നാലേ ശരിയാവുള്ളൂ. അതിലൊക്കെയാണ് രാശിശീലത്തിനെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. അത് ആർക്കും അതിന്റെ എഫക്റ്റ് ആർക്കും മനസ്സിലായില്ല. എന്തിന് രാശിശീലം ആദ്യമായിട്ട് പഠിച്ചു, ഇത്രയും പ്രയാസപ്പെട്ടൊക്കെ എന്തിനു പഠിച്ചു, ഇതൊക്കെ പറഞ്ഞു തന്നാൽ പോരെ എന്ന്. പക്ഷേ കാര്യം ഓടണമെങ്കിൽ
രാശിശീലം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആരെയും പേടിക്കണ്ട. നമുക്ക് രണ്ടാമത് നോക്കാം. പിന്നെ പ്രശ്നത്തിൽ എക്സാമ്പിളിലൂടെ നോക്കാം. ഇതിലൊരു 5-6 എക്സാമ്പിൾ ഇട്ട് തരാം. പിന്നെ അപ്പോൾ മാന്തിയുടെ ഡിഗ്രി മെഷർ അനുസരിച്ച് മാന്തി എത്ര ഡിഗ്രി നിൽക്കുന്നത് അതിനെ 3 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചാൽ വയസ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി. മാന്തി ഉദയ സമയമാണെങ്കിൽ ഇപ്പൊ മാന്തി ഉദിച്ചതേ ഉള്ളൂ, 0 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം കൊച്ചു പൊടി കുഞ്ഞ് പ്രേതം ചിലപ്പോൾ പ്രസവത്തിലൊക്കെ മരിച്ചതാവാൻ വഴിയുണ്ടാവും. മാന്തി ഒരു 30 ഡിഗ്രിക്ക് അടുത്ത് പോയാൽ നന്ന വയസ്സായി മരിച്ച ആളായിരിക്കും. മാന്തി 15 ഡിഗ്രിക്ക് അടുത്ത് നിന്ന് ഒരു 45 വയസ്സ് പറയാം. മാന്തി ഓജരാശി ഇരുന്നാൽ പുരുഷ പ്രേതം, യുഗ്മരാശി ഇരുന്നാൽ സ്ത്രീ പ്രേതം, ഇങ്ങനെയൊക്കെ പറയാം. ഇത് വച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്, അല്ലാതെ വേറെ ഒരു ടെക്നിക്കും ഇല്ല. ഇത്രയൊന്ന് നമുക്കൊന്ന് ഭംഗിയായിട്ടൊന്ന് എഴുതാമോ? എഴുതിയിട്ട് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. അതാണ് ആവശ്യം. ചുമ്മാടന്ന് എഴുതിക്കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. എക്സാമ്പിൾ ഇടുമ്പോഴേ അതെങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലാവൂ. പ്രേതകോപം എന്നിട, അല്ലെങ്കിൽ പ്രേതകോപ ഫലം. ഒരാൾ മരണമടഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശ്രാദ്ധ കർമ്മങ്ങൾ ശരിയാവണ്ണം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രാദ്ധ കർമ്മങ്ങൾ ശരിയാവണ്ണം ചെയ്തില്ലെങ്കിൽ ശ്രാദ്ധ കർമ്മങ്ങൾ ശരിയാവണ്ണം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഗതി വരാതെ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഗതി വരാതെ പൈശാചിക രൂപത്തിൽ തുടരാൻ ഇടവരും. പൈശാചിക രൂപത്തിൽ തുടരാൻ ഇടവരും. പൈശാചിക രൂപത്തിൽ തുടരാൻ ഇടവരും. പൈശാചിക രൂപത്തിൽ തുടരാൻ ഇടവരും. ഇങ്ങനെ വരുമ്പോൾ നാം നൽകുന്ന പിതൃശ്രാദ്ധങ്ങൾ അവർ സ്വീകരിക്കുകയില്ല. നാം നൽകുന്ന പിതൃശ്രാദ്ധങ്ങൾ അവർ സ്വീകരിക്കുകയില്ല. പിതൃശ്രാദ്ധങ്ങൾ അവർ സ്വീകരിക്കുകയില്ല. മുക്തി ലഭിച്ച് പിതൃക്കളായാൽ മാത്രമേ നാം നൽകുന്ന ശ്രാദ്ധങ്ങൾ അവർ സ്വീകരിക്കുകയുള്ളൂ. നാം നൽകുന്ന ശ്രാദ്ധങ്ങൾ അവർ സ്വീകരിക്കുകയുള്ളൂ. ഇത് അറിയാവുന്ന ആൾക്കാരൊന്നും എഴുതണ്ട, പലർക്കൊക്കെ അറിയാൻ കഴിയും ഇതൊക്കെ. നാം നൽകുന്ന പിതൃശ്രാദ്ധങ്ങൾ അവർ സ്വീകരിക്കുകയുള്ളൂ. പ്രേതകോപം ഉണ്ടായാൽ
പ്രേതകോപം ഉണ്ടായാൽ അസുഖം, ദാരിദ്ര്യം, സന്താനനാശം, അസുഖം, ദാരിദ്ര്യം, സന്താനനാശം, വിവാഹ തടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. സാറേ ഈ പ്രേതകോപം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മം, ധനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരുമോ? എല്ലാ തടസ്സവും വരും. നമ്മൾ കുറച്ചൊക്കെ പറയുന്നത് അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാ തടസ്സവും വരും കുടുംബത്തിൽ. അത് ഈ ഒരുപാട് കേസൊക്കെ വരുന്ന കുടുംബത്തിൽ വളരെ ഒരുപാട് പേരൊക്കെ മരിക്കുന്ന കുടുംബങ്ങളുണ്ടാവും. വളരെ ദുരിതങ്ങളുള്ള കുടുംബങ്ങളുണ്ടാവും. ഒരു 2 എക്സാമ്പിൾ നല്ലത് എൻ്റെ കയ്യിലുണ്ട്. ഇട്ടുതരാം. ഇപ്പൊ തീർന്നിട്ട് ഇട്ടുതരാം. അടുത്ത ലൈനിൽ ഒരു പ്രശ്നത്തിൽ 6, 8, 12, ബാധാസ്ഥാനം. 6 ഒരു പ്രശ്നത്തിൽ 6, 8, 12 ബാധാസ്ഥാനം എന്നീ സ്ഥലങ്ങളിൽ മാന്തി നിന്നാൽ പ്രേതകോപം പറയാം. പ്രേതകോപം പറയാം. പ്രേതകോപം പറയാം. മാന്നി കേന്ദ്രത്തിൽ നിന്നാലും പ്രേതകോപം പറയാം. മാന്നി കേന്ദ്രത്തിൽ നിന്നാലും പ്രേതകോപം പറയാം. പ്രേതകോപം പറയാം. അടുത്ത ലൈനിൽ ഇങ്ങനെ അനിഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന മാന്നി ചൊവ്വ ക്ഷേത്രത്തിൽ നിൽക്കുകയോ, സാറേ ഇങ്ങനെ അനിഷ്ട സ്ഥാനത്തിൽ നിൽക്കുന്ന മാന്നി, ഇങ്ങനെ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന മാന്നി ചൊവ്വ ക്ഷേത്രത്തിൽ നിൽക്കുകയോ, ചൊവ്വയുടെ യോഗ ദൃഷ്ടികൾ വരികയോ ചെയ്താൽ, ചൊവ്വയുടെ യോഗ ദൃഷ്ടികളോ വരികയോ ചെയ്താൽ ചൊവ്വയുടെ യോഗ ദൃഷ്ടികളോ വരികയോ ചെയ്താൽ അഗ്നി കൊണ്ടോ, ആയുധം കൊണ്ടോ, വ്രണങ്ങൾ കൊണ്ടോ, അഗ്നി കൊണ്ടോ, ആയുധം കൊണ്ടോ, വ്രണങ്ങൾ കൊണ്ടോ മരിച്ച പ്രേതമാകാം. മരിച്ച പ്രേതമാകാം.
ചൊവ്വയുടെ കാരകത്വം അനുസരിച്ച് മറ്റ് കാരണങ്ങളും ആകാം. ചൊവ്വയുടെ കാരകത്വം അനുസരിച്ച് മറ്റ് കാരണങ്ങളും ആകാം. അടുത്ത ലൈനില് മാന്നി ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുക. മാന്നി ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുക. ശനിയുടെ യോഗദൃഷ്ടികൾ വരിക. ശനിയുടെ യോഗദൃഷ്ടികൾ വരിക എങ്കിൽ രക്ഷിക്കാൻ ആളില്ലാതെ വിരഹ ദുഃഖ നിമിത്തം മരിച്ച പ്രേതമാകാം. രക്ഷിക്കാൻ ആളില്ലാതെ വിരഹ ദുഃഖം മൂലം മരിച്ച പ്രേതമാകാം. വിരഹ ദുഃഖം മൂലം മരിച്ച പ്രേതമാകാം. വിരഹ ദുഃഖം മൂലം മരിച്ച പ്രേതമാകാം. അടുത്ത് രാഹുകേതുക്കളുടെ ബന്ധമുണ്ടായാൽ, അടുത്ത പാരാഗ്രാഫ്, രാഹുകേതുക്കളുടെ ബന്ധമുണ്ടായാൽ വിഷം കഴിച്ചോ പാമ്പ് കടിച്ചോ മരിച്ചതാകാം. വിഷം കഴിച്ചോ പാമ്പ് കടിച്ചോ മരിച്ചതാകാം. അടുത്ത ലൈനില് മാന്നി ജലരാശിയിൽ നിന്നാൽ ജലമൃതി പ്രേതമാകാം. മാന്നി ജലരാശിയിൽ നിന്നാൽ ജലമൃതി പ്രേതമാകാം. ജലമൃതി പ്രേതമാകാം. അടുത്ത ലൈനില് മാന്നി നിൽക്കുന്ന രാശിയുടെ സ്വഭാവമനുസരിച്ച്, മാന്നി നിൽക്കുന്ന രാശിയുടെ സ്വഭാവമനുസരിച്ച് പ്രേതത്തിന്റെ രൂപഭാവങ്ങൾ വ്യക്തമായി പറയാൻ കഴിയും. അടുത്ത ലൈനില് മാന്നി നിൽക്കുന്നത് ഓജരാശിയിലാണെങ്കിൽ പുരുഷ പ്രേതവും, യുഗ്മരാശിയിലാണെങ്കിൽ സ്ത്രീ പ്രേതവുമായിരിക്കും.
യുഗ്മരാശിയിലാണെങ്കിൽ സ്ത്രീ പ്രേതവുമായിരിക്കും. അടുത്ത ലൈനില് പ്രായം കണക്കാക്കൽ. പ്രായം കണക്കാക്കൽ. രാശിയുടെ തുടക്കത്തിലാണ് മാന്തി നിൽക്കുന്നതെങ്കിൽ ബാലപ്രേതമായിരിക്കും. രാശിയുടെ തുടക്കത്തിലാണ് മാന്തി നിൽക്കുന്നതെങ്കിൽ ബാലപ്രേതമായിരിക്കും. ബാലപ്രേതമായിരിക്കും. രാശിയുടെ അവസാനം നിൽക്കുന്നെങ്കിൽ വൃത്തപ്രേതമായിരിക്കും. രാശിയുടെ അവസാനം നിൽക്കുന്നതെങ്കിൽ വൃത്തപ്രേതമായിരിക്കും. സാർ മധ്യത്തിൽ എന്താ പറഞ്ഞ? രാശിയുടെ മധ്യത്തില് മദ്യം പറഞ്ഞില്ല. ഓക്കെ. രാശിയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നെങ്കിൽ ബാലപ്രേതമായിരിക്കും. അവസാനം നിൽക്കുന്നെങ്കിൽ വൃത്തപ്രേതമായിരിക്കും. പരമാവധി ആയുസ് 90 വയസ്സ് എന്ന കണക്കിൽ പരമാവധി ആയുസ് 90 വയസ്സ് എന്ന കണക്കിൽ പരമാവധി ആയുസ് 90 വയസ്സ് എന്ന കണക്കിൽ മാന്നി 1 ഡിഗ്രിയിലാണെങ്കിൽ 3 വയസ്സ്, 2 ഡിഗ്രിയിലാണെങ്കിൽ 6 വയസ്സ്, 3 ഡിഗ്രിയിലാണെങ്കിൽ 9 വയസ്സ്, 1 ഡിഗ്രിക്ക് 3 വയസ്സ്, 2 ഡിഗ്രിക്ക് 6 വയസ്സ്, 3 ഡിഗ്രിക്ക് 9 വയസ്സ്, എക്സെട്ര. എക്സെട്ര. 15 ഡിഗ്രിക്ക് 45 വയസ്സ്, 16 ഡിഗ്രിക്ക് 48 വയസ്സ്, എക്സെട്ര എന്ന് കണക്കാക്കാം. എക്സെട്ര എന്നിട്ട് വിട്ടോണ്ടാ. അടുത്ത ഒരു എക്സാമ്പിൾ എഴുതിക്കൊണ്ട് 25/11/2019 25/11/2019 7:39 7:39 PM. PM. വിശാഖം നക്ഷത്രം. 7:39 PM വിശാഖം നക്ഷത്രം. ബാക്കി ഗ്രഹനിലയിട്ടുണ്ട്. ബാക്കി എന്താ പറഞ്ഞുതരാം. എന്താ ഏപ്രിൽ എന്ത് പറഞ്ഞു സാറ്? ഏപ്രിൽ 25/11/2019 25/11/2019 25/11/2019 ഏപ്രിൽ
7:39 PM. 25/11/2019 7:39 PM. വിശാഖ നക്ഷത്രം കൃഷ്ണപക്ഷ ചതുർദശി. കൃഷ്ണപക്ഷ ചതുർദശി. ചതുർദശിയുടെ 52 നാഴികയായി. ചതുർദശിയുടെ 52 നാഴിക. തിങ്കളാഴ്ച. തിങ്കളാഴ്ച. ചോദ്യം ഇതാണ്: വീട് വയ്ക്കാൻ സമയം കൊള്ളാമോ? വീട് വയ്ക്കാൻ സമയം കൊള്ളാമോ? വീട് വയ്ക്കാൻ സമയം കൊള്ളാമോ? ഗ്രഹനില. ഗ്രഹനില ഇട്ടോളൂ, പെട്ടെന്നിട്ടോളൂ. മിഥുനത്തിലെ സർപ്പൻ, മാന്നി, ലഗ്നം. മിഥുനത്തിലെ സർപ്പൻ, മാന്നി, ലഗ്നം. തുലാത്തിലെ ചന്ദ്രൻ, ചൊവ്വ, ബുധൻ. തുലാത്തിലെ ചന്ദ്രൻ, ചൊവ്വ, ബുധൻ. വൃശ്ചികത്തിലെ സൂര്യൻ. വൃശ്ചികത്തിലെ സൂര്യൻ. ധനുവിലെ ശനി, വ്യാഴം, ശുക്രൻ, കേതു. ധനു, വ്യാഴം, ശുക്രൻ, കേതു. ബോർഡിലുണ്ട്, വ്യക്തമായിട്ട് നോക്കിയിട്ട് ഭംഗിയായിട്ട് ബോർഡിൽ ഇട്ട് തന്നിട്ടുണ്ട്. കറക്റ്റ് ഗ്രഹനില. ഇത്രയും മാത്രം മതി. അപ്പോൾ ചോദ്യം: അന്നത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രം, സമയം പറഞ്ഞു, നക്ഷത്രം പറഞ്ഞു, തിഥി പറഞ്ഞു, വാരം പറഞ്ഞു, ഗ്രഹനില ഭംഗിയായിട്ട് പറഞ്ഞു. ഇത് എനിക്ക് എൻ്റെ വീട്ടിൽ വന്നതാണ്. രാത്രി ആയതുകൊണ്ട് ഞാൻ കവടി വെച്ചില്ല, ലഗ്നം കൊണ്ട് തന്നെ പറഞ്ഞു. കറക്റ്റായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെ പറയാം. ചോദ്യം ഇതാണ്: വീട് വയ്ക്കാൻ സമയം കൊള്ളാമോ? വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അതിനാണ് മറുപടി കൊടുക്കേണ്ടത്. വീട് വയ്ക്കാൻ സമയം കൊള്ളാമോ? പ്രഷ്ടാവിന്റെ നക്ഷത്രം തൃക്കേട്ട. പ്രഷ്ടാവിന്റെ നക്ഷത്രം തൃക്കേട്ട. ഒരു പുരുഷനാണ്. ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാം. നമ്മൾ പഠിച്ച വിഷയങ്ങൾ മാത്രം ടച്ച് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ പഠിച്ചത്: 1 ഈശ്വരാനുഗ്രഹം, 2 പരദേവതാകോപം, 3 വന്നിട്ട് ഇഷ്ടദേവതാകോപം, 4 വന്നിട്ട് നാഗർശാപം, പിതൃശാപം, മാതൃശാപം, സഹോദര ശാപം, എറ്റ്സെട്ര എറ്റ്സെട്ര. ഇപ്പൊ പ്രേതകോപം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ രോഗാവസ്ഥകൾ, കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പഞ്ചാംഗ വിഷയമൊക്കെ പഠിച്ചു. ഇത്രയും ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നെങ്കിൽ എന്താണ്, ഏതാണ്, കാര്യകാരണ സഹിതം പറയണം. ഫസ്റ്റിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. കാരണം ഗുരു ധനുവിലാണ്. ധനുവില് ബലവാനാണ്. ധനുവില് ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടല്ലോ. 7 വ്യാഴം. അതെ, 7 ദൃഷ്ടി. അതെ, വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴം 7 നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വ്യാഴം ബാധാസ്ഥാനത്തല്ലേ നിൽക്കുന്നത്. അതെ, അതിന്റെ ഒരു ചെറിയൊരു ദോഷമുണ്ട്. പക്ഷെ എന്നിരുന്നാലും വ്യാഴം ബലവാനാണ്. ബലവാനാണ്, കേന്ദ്രത്തിൽ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് പറയണ്ട. പക്ഷെ എന്തോ ഒരു ദോഷം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തോ ഒരു ദോഷമുണ്ട്. കാരണം ബാധാസ്ഥാനത്ത് പോയി.
എല്ലാം ഉണ്ട്, എന്തോ ഒരു തടസ്സമുണ്ട് അതുപോലെ തോന്നുന്നു. വ്യാഴം കേതു ഏഴ്- ഉണ്ടല്ലോ സാറേ. രാഹു നിക്കണതാണോ സാർ? രാഹുവും കേതു. വ്യാഴം 7 നിൽക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്വന്തം രാശിയിലാണ്, ബലവാനാണ്, അപ്പൊ നല്ല യോഗം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, നല്ലത് തന്നെ. പക്ഷെ ഒരു ബാധാസ്ഥാനം എന്നൊരു ദോഷമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈശാനുഗ്രഹം ഇല്ല എന്നൊന്നും പറയണ്ട, പക്ഷെ ഒരു ദോഷം അതിനകത്ത് കാണുന്നുണ്ട്, ഒരു കടുത്ത ദോഷമുണ്ട്. ആ ദോഷം എന്തെന്ന് രണ്ടാമത് കണ്ടുപിടിക്കാം. ലഗ്നത്തിലെ ഗുളികന് സാറേ, ലഗ്നത്തിലെ ഗുളികൻ. ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് പരദേവതാ കോപമുണ്ടോ? 4-ാം ഭാവാധിപന് എന്തെങ്കിലും ദോഷമുണ്ടോ? അല്ലെങ്കിൽ 4-ാം ഭാവത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? 4-ാം ഭാവം ഏത്? കന്നി. കന്നി. നാലാം ഭാവം മറ്റേ ബുധൻ 5-ലല്ലേ സാറേ നിൽക്കണേ? 4-ാം ഭാവാധിപൻ 5-ലാണ് നിൽക്കുന്നത്, നല്ല സ്ഥാനത്ത്. നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. വേറെ എന്തെങ്കിലും ദോഷം, വേറെ ആരുടെയെങ്കിലും യോഗമോ ദൃഷ്ടിയോ അവിടെ ഉണ്ടോ? 4-ല് വേറെ എന്തെങ്കിലും 4-ലേക്ക് ദൃഷ്ടിയില്ല. ശനിയുടെ ദൃഷ്ടിയില്ലേ? ശനിയുടെ ദൃഷ്ടിയുണ്ട്. ആ, ശനിയുടെ ഉണ്ട്. ശനിയുടെ ദൃഷ്ടി വരുന്നു. ഓ സാറേ ശനിയുടെ ഉണ്ട്. മതി. നമ്മുടെ ചോദ്യം വീട് വയ്ക്കാൻ സമയം കൊള്ളാമോ എന്നാണ് ചോദ്യം. അപ്പോഴ് നമ്മുടെ ചോദ്യം 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതെ. അതിനാണ് 4-നെ പിടിച്ചത്. അപ്പോൾ ഒന്ന്, ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് ആരൂഢമാണ് ഏറ്റവും പ്രധാനം. ചോദ്യം വ്യക്തമായിട്ട് ചോദിച്ചതുകൊണ്ട് ഇന്നതാണ് ചോദ്യം, അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ പ്രശ്നം വച്ചത്. വേറെ ഉള്ള കാര്യമൊക്കെ രണ്ടാമത്തെ കേസ്. പോലീസ് കേസോ വഴക്കോ ജോലിയോ അതൊന്നും ഇവിടെ വിഷയം വരുന്നില്ല. എനിക്ക് പോലീസ് കേസുണ്ടോന്നോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ജോലി കിട്ടുമെന്നോ, എൻ്റെ വിദ്യാഭ്യാസം കൊള്ളാമെന്നോ, എനിക്കിപ്പം കല്യാണം നടക്കുമെന്നോ, ഇതൊന്നും ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഒന്ന് ആരൂഢം അല്ലെങ്കിൽ ലഗ്നം, രണ്ടാമത് അത് ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ടു ആ ഭാവത്തിനെ പിടിക്കണം. ഇവിടെ വീട് വയ്ക്കാൻ കഴിയുമോ, സമയമായോ എന്ന് ചോദിച്ചാൽ 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ആരൂഢാധിപനും 4-ാം ഭാവാധിപനും ഒരേ ആളാണ്, അല്ലെങ്കിൽ ലഗ്നാധിപനും 4-ാം ഭാവാധിപനും ഒരേ ആളാണ്. ഞാൻ ആരൂഢം എടുത്തില്ല, ലഗ്നം കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ലഗ്നത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. രാത്രി ആയതുകൊണ്ട് വന്നതുകൊണ്ടും അയാൾ ഇവിടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനാണ്, നല്ലൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. ഒന്ന് വളരെ ഭവ്യതയോടുകൂടി വന്ന സമയം താമസിച്ചു പോയോ എനിക്കറിയില്ല, ആവശ്യമെങ്കിൽ ക്ഷമിക്കണം, എനിക്കൊരു കാര്യം അറിയാനാണ് വന്നത്, ഇന്ന് വേറെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ഭവ്യതയോടുകൂടി വന്നതുകൊണ്ട് ആ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്തു. സമയമൊന്നും നോക്കിയില്ല. കബഡിയൊന്നും വയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി, കാര്യം വയ്ക്കുകയും ചെയ്തു. അദ്ദേഹം വീടും വെച്ചു കഴിഞ്ഞു. അതുപോട്ടെ. അപ്പോൾ എന്തുകൊണ്ട് 4-ാം ഭാവത്തിന് അല്പം സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് ആരൂഢത്തിനെ തന്നെ പിടിക്കണം. അതോടൊപ്പം ആ ചോദ്യം ഇപ്പൊ സന്താനത്തിനെ ചോദിച്ചെങ്കിൽ ആരൂഢവും 5 പിടിക്കും. വിവാഹ കാര്യം ചോദിച്ചെങ്കിൽ ആരൂഢവും 7 പിടിക്കും. അസുഖം ചോദിച്ചാൽ ആരൂഢവും 6 പിടിക്കണം. തൊഴിൽ ചോദിച്ചാൽ ആരൂഢവും 10 പിടിക്കണം. സാമ്പത്തിക ശേഷി ചോദിച്ചാൽ ആരൂഢവും 2 അതുപോലെ 11 ഒക്കെ പിടിക്കാം. അങ്ങനെയാണ് പ്രശ്നം ചിന്തിക്കേണ്ടത്. ഇവിടെ ആരൂഢവും 4, ആരൂഢാധിപതിയും 4-ാം ഭാവപതിയും ചെന്ന് 5-ലാണ് നിൽക്കുന്നത്, നല്ലത്. പക്ഷെ ആരൂഢത്തില് ഒരു 4-ല് ആരൂഢത്തിലുമുണ്ട് 4-ലുമുണ്ട് ശനിയുടെ ഒരു ദൃഷ്ടിയുണ്ട്. ശനി ഡിലേയുടെ ആളാണ്, പഴമയുടെ ആളാണ്, പഴക്കത്തിന്റെ ആളാണ്, പഴമയുടെ ആളാണ്. അപ്പോൾ 4 കൊണ്ട് നമുക്ക് ഭൂമി കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഇവർ വയ്ക്കാൻ പോകുന്ന ഭൂമി വളരെ ഒരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ കുപ്പയും കൂഴവും ചവറെന്ന് പറയുമല്ലോ നമ്മൾ, ചവറൊക്കെ വാരി കൂട്ടി നിറച്ചിട്ടിങ്ങനെ സിറ്റിയുടെ കാതലായ ഭാഗമാണ്. ട്രിവാൻഡ്രം സിറ്റിയുടെ കരളായ ഭാഗം. 1 സെന്റിന് 35-40 ലക്ഷത്തോളം വില പിടിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നൊന്നും പറയുന്നില്ല, നല്ലൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട പോലെ ഒരു അവസ്ഥയിൽ ഇട്ടേക്കുന്നത്. അതിൻ്റെതാണ് ഈ ശനിയുടെ ഒരു ദൃഷ്ടി അവിടെ വന്നത്. അഴുക്ക് ചാലും, അഴുക്കിൻ്റെയൊക്കെ ഒരു കാരകത്വം ശനിക്കുണ്ട്. അപ്പോൾ അഴുക്ക് പിടിച്ചൊക്കെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കും, അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട്.
ആരൂഢത്തിലും ശനിയുടെ ദൃഷ്ടി കിടക്കുന്നു, 4-ലും ശനിയുടെ ദൃഷ്ടി കിടക്കുന്നു. വേറെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അടുത്ത വിഷയത്തിലേക്ക് വരിക. 4-ാം ഭാവത്തിനെ കൂട്ടത്തിൽ നമ്മൾ വേറെ പരദേവതാ കോപമൊന്നും പറയണ്ട. അങ്ങനെയൊന്നും അതിനകത്തൊന്നും വരാൻ ചാൻസ് ഇല്ല. വേറെ അടുത്ത വിഷയത്തിലേക്ക് വരിക. സ്റ്റെപ്പായിട്ട് വരണം. ഗുളികന്റെ ബന്ധം പറയരുതോ സാറേ? ഗുളികന്റെ ബന്ധം ആരൂഢത്തിനുണ്ട്. വേറെ എന്തോന്നൊക്കെ ബന്ധമുണ്ട്? ആരൂഢത്തിന് ഗുളികന്റെ ബന്ധം. രാഹുവിന്റെ ബന്ധമുണ്ട്, ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്, കേതു പറയണ്ട, രാഹു വരുമ്പോൾ കേതു വരും, ശുക്രന്റെ ദൃഷ്ടിയുണ്ട്. ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആരൂഢം എല്ലാം കൂടെ, ആ ലഗ്നം എല്ലാം കൂടെ ഒരു വിശേഷമായ രീതിയിലാണ് പോകുന്നത്. ഈ രാഹുവും മാന്യയും കൂടി യോജിച്ചാൽ എന്ത് പറയാം? പ്രേതം. എന്തോന്ന് പ്രേതം? സർപ്പധ്വംസം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ വീട് വയ്ക്കാൻ സമയമായോ എന്നാണ് ചോദ്യം. സർപ്പധ്വംസനമൊക്കെ എങ്ങനെ നമ്മൾ എടുത്തിടും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും. സർപ്പധ്വംസനവും ആ ഭൂമിയോട് അനുബന്ധിച്ചിട്ട് ഈ സർപ്പദോഷത്തിന്റെ പറയാൻ കണക്ട് ആവില്ലേ? സർപ്പദോഷമൊക്കെ പറയുന്നതിലുപരി മാന്യല്ലേ നിൽക്കുന്നത്. മാന്യ രാഹുവായിട്ട് ബന്ധപ്പെട്ടാൽ സർപ്പം കടിയാണ്, പാമ്പ് കടിയാണ് പറയുന്നത്. ഇവിടെ മാന്യയും കൂടെ, ലഗ്നത്തിൽ മാന്യയും കൂടെ വരുമ്പോൾ അതൊരു പ്രേത ലക്ഷണവുമാണ്. അവിടെയാണ് ഈ വ്യാഴത്തിന്റെ അനിഷ്ടത വരുന്നത്. അവിടെയാണ് വ്യാഴം എന്തോ ഒരു അനിഷ്ടത കൊടുക്കുന്നത് എന്ന് ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞത് അവിടെയാണ്. വ്യാഴത്തിന് ഈശ്വരാനുഗ്രഹമുണ്ട്, സ്വന്തം രാശിയിൽ നിൽക്കുന്നു, കേന്ദ്രത്തിൽ നിൽക്കുന്നു, നല്ലതാണ്. പക്ഷെ ബാധാബന്ധവും ഉണ്ട്, എന്തോ ഒരു ദുരിതവും കൂടെ അത് കയ്യിൽ കൊണ്ടു കിടക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ശ്ലോകം പഠിച്ചു, ജീവസൻബാധകേശോ വയമൃതിരുഭുഗോ യദ്യക കേന്ദ്ര സംസ്ഥാ സർപ്പാണാം ഉത്തമാനാം യതി സുരഗുരു മാന്യകേന്ദ്രേ അധമാനാം എന്ന് പഠിച്ചു. വ്യാഴം ബാധകാധിപനായി അനിഷ്ടസ്ഥിതിയിൽ പോകണം എന്നാണ് പഠിച്ചത്. ഇവിടെ ബാധകാധിപനായി അനിഷ്ടസ്ഥിതിയിൽ പോയോ? ഇല്ല. അതിന് അനിഷ്ടത ഉണ്ട്. ശനിയുടെയൊക്കെ കൂടി നിൽക്കുമ്പോൾ അനിഷ്ട സ്ഥിതിയിൽ പോയില്ലെങ്കിലും അനിഷ്ടസ്ഥിതി ഉണ്ട്. അതിന്റെ കേന്ദ്രത്തിൽ രാഹുവുണ്ട്, മാന്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. നമ്മൾ അനിഷ്ടസ്ഥിതി കൂടി വേണം എന്നാണ് പഠിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പറഞ്ഞതൊക്കെ. പക്ഷേ അനിഷ്ടസ്ഥിതി വന്നില്ലെങ്കിലും ബാധാബന്ധം വരികയും അതിന്റെ കേന്ദ്രത്തിൽ മാന്യയും രാഹുവും ഒക്കെ വന്നാൽ സർപ്പധ്വംസനം അവിടെ ഏറ്റിട്ടുണ്ട്, അവിടെ ഉണ്ട്. അതാണ് ആ വ്യാഴത്തിന്റെ ദോഷം, വ്യാഴം കാണിക്കുന്ന ദോഷം അതാണ്. ഈശ്വരാനുഗ്രഹത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നതും കാര്യവും ഈ വ്യാഴം ബാധകാധിപനായി അതിന്റെ കേന്ദ്രത്തിൽ മാന്യയും രാഹുവും നിൽക്കുമ്പോൾ സർപ്പദോഷം ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. എന്താണ് സർപ്പദോഷം എന്നുള്ളത് അടുത്ത് ചിന്തിക്കണം. സർപ്പദോഷം ഇവിടെ ഏതെങ്കിലും ഈ സർപ്പത്തെ തല്ലിക്കൊന്ന രീതിയിൽ പറയാൻ പറ്റുമോ സാറേ? തല്ലിക്കൊന്നത് നമ്മൾ എങ്ങനെ പറയുന്നത്? എന്തോന്ന് രൂപത്തിൽ പറയും? ഇവിടെ മാന്യയുടെ ബന്ധവും കൂടി ഉള്ളത്. സർപ്പം കടിച്ച് മരിച്ച ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാന്യ പ്രേതമാണല്ലോ, പ്രേതത്തിന്റെ കാരകത്വം മാന്യക്കല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള സർപ്പധ്വംസനമായിരിക്കാം? മാന്യ കടിച്ച് മരിച്ചത് ആരായിരിക്കാം? നമ്മൾ പഠിച്ച നിയമം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകും? പുരുഷൻ. നമ്മൾ മാന്യ കടിച്ചു മരിച്ചു എന്ന് തന്നെ ഇരിക്കുക, അങ്ങനെ ഫിക്സ് ചെയ്യുക. ശരി, ബാക്കിയെല്ലാം വിട്ടു. അങ്ങനെയാണ്, മാന്യ കടിച്ച് മരിച്ചതാണ് സംഭവം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഓജരാശി എന്നാണ് പഠിച്ചത്, എങ്കിൽ പുരുഷനാണ്. പക്ഷേ ഇവിടെ മരിച്ചത് പുരുഷനല്ല, സ്ത്രീയാണ്. ഇനി എങ്ങനെ ഉള്ളവരായിരിക്കാം ആ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ? എങ്ങനെ ഉള്ളവരായിരിക്കാം ചോദിച്ചാൽ എന്ത് പറയും? അവിടെയാണ് നമുക്ക് വളരെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെയാണ് മാന്യയുടെ
ഡിഗ്രി എത്ര വരും സാറേ? മാന്നിയുടെ നവാംശകം എവിടെ വരുന്നത് സാർ? നവാംശക ചാർട്ട് ഒന്ന് മുകളിലോട്ടിടണം. മാന്നിയുടെ നവാംശകം 1, 2, 3, 4 അഞ്ചാമത്തെ നവാംശകം ആകുമ്പോൾ ഒരു ശരാശരി 15 ഡിഗ്രിക്കകത്ത് വരും. 15 ഡിഗ്രി ആകുമ്പോൾ ഒരു 40-45 വയസ്സോളം പറയാം. മാന്നി 13:52 14 ഡിഗ്രി. ഞാൻ 14 ഡിഗ്രിയാണ് ശരാശരി. 14 ഡിഗ്രി 14 ഡിഗ്രി ആകുമ്പോൾ 42 വയസ്സോളം വരണം. നമ്മളിപ്പോൾ പഠിച്ച നിയമം അനുസരിച്ച് മാന്നി 14 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. 13:52 അപ്പോൾ 14 തന്നെ. 14 ആണെങ്കിൽ 14 × 3 = 42 ഡിഗ്രി. 42 വയസ്സ് വരണം. അത് പുരുഷ പ്രേതമായിരിക്കണം. ഇതാണ് നമ്മൾ പഠിച്ച നിയമം. പക്ഷേ അതല്ല അവിടുത്തെ സംഭവം. ഇനി മാന്നി നിൽക്കുന്നത് ഉഭയരാശിയിലാണ്. ഉഭയരാശിയുടെ പ്രത്യേകത എന്താണ്? ഉഭയരാശിയുടെ പ്രത്യേകത എന്താണ്? കോൺരാശിയാണ്. കോൺരാശിയല്ല, വേറെ. ഉഭയരാശി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പറയാം. അപ്പോൾ ഈ പ്രേതം ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നാണ് അർത്ഥം. ഉഭയരാശിയായാൽ ഒന്നിൽ കൂടുതൽ പ്രേതം അല്ലെങ്കിൽ സംഭവം, ആ സംഭവം ഒന്നിൽ കൂടുതൽ പറയാം. അപ്പോൾ ഇവിടെ വന്നത് ആ രാശി എങ്ങനെ? അത് രാശിയുടെ പേരെന്തോന്നാണ്? മിഥുനം രാശി. മിഥുനം. ഇവിടെ മരിച്ചത് യുവമിഥുനങ്ങളായ 2 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ പഠിച്ച നിയമങ്ങളെല്ലാം തെറ്റിയിട്ട് രാശിശീലത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പൊ എന്ത് പറയുന്നു? കറക്റ്റ് സാറേ. കറക്റ്റ്. യുവമിഥുനങ്ങളായ 2 പേര് മരിക്കുകയും ശനിയുടെ ദൃഷ്ടി എവിടെ ഉണ്ട്? വളരെ ഏളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്രഹനാഥന് 72-73 വയസ്സ് കഴിഞ്ഞു. അയാളെ ചേച്ചിയാണ് മരിച്ചത്. ചേച്ചിയും ചേട്ടനുമാണ് മരിച്ചത്. അതിനെ ഇവര് വച്ചിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വച്ചിട്ട് എന്തോന്ന് കന്നിശാവെന്ന് പറയുമല്ലോ, ആ രീതിയിൽ വളയും മാലയും പെന്നും പുസ്തകവും ഒക്കെ വാങ്ങിച്ചു വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ കണ്ടത്. രണ്ടുപേരും പാമ്പടിയിട്ടാണ് സാറേ. രണ്ടുപേരും പാമ്പ് ഈ നവാംശം കുംഭത്തിലല്ലേ നിൽക്കുന്നത്? കുംഭത്തില്. നവാംശത്തിനൊന്നും പിടിക്കണ്ട. അതിനൊക്കെ പിടിച്ച തെറ്റുകൾ പറ്റും. ഇവിടെ പ്രായമൊന്നും എഫക്റ്റ് ആവൂല. അതാണ് പറഞ്ഞത്. പ്രായത്തിനകത്ത് കയറി പിടിച്ചു കളയരുത്. ബുക്കിൽ പറയുന്നുണ്ട് പലതും. ബുക്കിൽ പലതും ഒക്കെ പറയും. ഇത് നടന്ന സംഭവം. എങ്ങനെയാ സാറേ ഈ മറ്റേ നമ്മുടെ ഈ എന്താ പറയാ ഈ മിഥുനത്തിന്റെ ഇതിലേക്ക് എങ്ങനെ പിടിക്കാൻ കാരണം? എങ്ങനെ സിമ്പിളിലേക്ക് പിടിക്കാൻ കാരണം? സിമ്പിളിലേക്ക് പിടിക്കാൻ കാരണം മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വന്ന പ്രഷ്ടാവ് അവിടെ കല്യാണം കഴിച്ച് വന്ന ആളാണ്. അയാൾക്കൊന്നും അറിയില്ല. അവിടുത്തെ ആ വീട്ടിന്റെ മരുമകനാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പാമ്പ് കടിയേറ്റ് മരിച്ചുകൊണ്ട്. ഞാനിപ്പോ മിഥുനങ്ങളൊന്നും പറഞ്ഞില്ല. പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു കാര്യമുണ്ട്, അതിനെ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അടുത്ത കാള് വരുന്നു. പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ വലിയൊരു നമ്പൂതിരിയെ വിട്ട് അതിനെല്ലാം മുക്തി കൊടുത്ത് വിട്ട് അടിപൊളിയായിട്ട് 3 നിലയിൽ ഒരു കെട്ടിടം വെച്ച് കെട്ടിടത്തിന്റെ പാലുകാച്ചിന് എന്നെയും വിളിച്ചു, ഞാനും പോയി. സ്ഥലം വേണമെങ്കിലും പറഞ്ഞുതരാം. പുളിമൂട് ജംഗ്ഷൻ, ട്രിവാൻഡ്രം. ഇതാണ് പറയുന്നത്. നമ്മൾ പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ രാശിശീലം ഭംഗിയെ അറിഞ്ഞിരിക്കണം. രാശിയുടെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതേ മാന്നി ഇടവൻ രാശിയിൽ നിന്നാൽ എങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോഴും മരിച്ചത് ഒരു മൃഗമായിരിക്കാം. കാരണം 4 കാലി രാശിയാണത്. ഇടവത്തിന്റെ സിമ്പല് കാള. അപ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ച ചിലപ്പം ഒരു 4 കാലിയാകാം. അതിലേക്കുള്ള ചാൻസ് ഉണ്ട്.
ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. സാർ ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ? മരിച്ചേ ഈ പറഞ്ഞ വസ്തുവിൽ വെച്ച് തന്നെയാണോ ഈ പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന് പറയുന്നത്? ഇവിടെ വെച്ചായിരിക്കാം അവരിങ്ങനെ മരിച്ചു, അവിടെ വെച്ചാൽ മരിച്ചു. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നിട്ട് അവർ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു പഴയ കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് 4 ശനി നിന്നത്. 4 ശനി നിന്നാൽ കെട്ടിടം, ജീർണിച്ച കെട്ടിടം പണിഞ്ഞു നിന്നിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴയ വേണ്ടാത്ത ഒരു വേസ്റ്റ് കെട്ടിടം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ്. അതും ചോദിച്ചു, ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു പഴയ കെട്ടിടം എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. അതിനെയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് 3 നിലയിൽ ഒരു കെട്ടിടം വെച്ചിട്ട് 1 നില അവർ താമസിക്കുന്നു, 2 എണ്ണം വാടകയ്ക്ക് കൊടുത്തു. സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന്റെ തുമ്പത്താണ് ഇതിരിക്കുന്നത്, ഈ സ്ഥലം ഇരിക്കുന്നത്. അവിടെയൊക്കെ ഉള്ള വില എന്തെന്ന് ആലോചിച്ച് നോക്കണം. സെക്രട്ടേറിയറ്റിന് 1/2 കിലോമീറ്റർ പോലും ഇല്ല, ഒരു 300-400 മീറ്റർ വരും. അറിയാം സാർ, പുളിമൂട്. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? പറയണം. ഈ വീട് വെക്കാനായിട്ട് ഒരു അല്പം താമസം എടുത്തിട്ടില്ലേ ഈ വീട് അവർ പണി തീർത്തത്? സമയമെടുത്തല്ലോ. അപ്പോൾ സമയം കുറച്ചായിട്ടുണ്ട്, അത് കുറച്ച് ഡിലേ വരും. ഒരു 1-1.5 വർഷത്തിനകത്തൊക്കെ പിടിച്ചിരിക്കും. ഇത് മുതൽ 1.5 വർഷത്തിനകത്ത് നടന്നു. കാരണം പാല് കാച്ചിട്ട് ഒരു 3-4 മാസമായി, 4-5 മാസമായി. എന്നെ വിളിച്ചത് ജൂണിൽ എന്തോണ് പാല് കാച്ചിയെന്ന് തോന്നുന്നു. 1.5 വർഷം മാക്സിമം പോയ 1.5 വർഷം, 1.25-1.5 വർഷം, അത്രയേ ഉള്ളൂ. ഒരു കോൺട്രാക്ടൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്നത് എക്സാമ്പിൾ ഇട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ്. ഇപ്പം വന്നത് നിങ്ങളെല്ലാവരും പറയും രാത്രി ജ്യോതിഷം നോക്കിക്കൂടാ, കുഴപ്പമാണ്, ഇപ്പൊ എല്ലാം തീർന്നു പോകും. ഒന്നും ചെയ്യൂല. വേണമെങ്കിൽ കബഡി എടുക്കാതിരിക്കുക, അത്രയും തന്നെ. സംഖ്യ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി, ഒരു കുഴപ്പവുമില്ല. ചെയ്യുന്നതിൽ വേറെ തെറ്റൊന്നുമില്ല. രാത്രി ഞാൻ കബഡിയൊന്നും വെച്ചില്ല, പറഞ്ഞു. അതിന് പറഞ്ഞ് പറ്റത്ത് മനസ്സിലായി. കബഡി എടുക്കുന്നില്ല, ഞാൻ അല്ലാതെ തന്നെ പറയാൻ എനിക്ക് കഴിയും, പറയാമോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ, പാമ്പ് കടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അതിന് തന്നെ 2 പിള്ളേരിങ്ങനെ മരിച്ചുപോയി. കൊച്ചു പിള്ളേരായിരിക്കുമ്പോഴാണ്. അത് ഇന്നത്തെ ഗ്രഹനാഥൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളിന്റെ അമ്മാവനാണ് ഗ്രഹനാഥൻ. അദ്ദേഹം തന്നെ നന്ന വയസ്സായി. അദ്ദേഹത്തിന്റെ ചേച്ചിയും ചേട്ടനും അങ്ങനെ 2 പേരാണ്. സാർ അതുപോലെ നമ്മൾ പ്രേത വിഷയം ചിന്തിക്കുമ്പം സാറ് നമ്മൾ പഠിച്ചില്ല അനിഷ്ടഭാവത്തിൽ വരണം, അതില് അംശത്തിന് പ്രാധാന്യമുണ്ടോ സാറേ? അതാണ് പറഞ്ഞത്, അതും കൂടി ചേർത്താണ് ഇതിനെടുത്തിട്ട്. ഇവിടെ ലഗ്നത്തിലാണ് നിൽക്കുന്ന, കേന്ദ്രത്തിൽ. പക്ഷേ ഇവിടെ അതാണ് ആ പോയിന്റാണ് ഇപ്പം നമ്മൾ വരാൻ ഞാൻ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ആ രാഹുവിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അതിന് പ്രാധാന്യമുണ്ട്. ജീവസൻ ബാധകേശോ, വ്യാഴം ബാധകാധിപനായി വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ മാന്യൻ രാഹു, ഇതെല്ലാം കൂടി ചേർന്ന് വന്നതുകൊണ്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്ന മാന്യക്ക് പ്രാധാന്യം കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടൂല. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നു. ഇവിടെ ജീവസൻ ബാധകേശനായി വ്യയമൃതി രിപുകോ അങ്ങനെ വന്നിട്ടില്ല. ബാധകാധിപനായി 6-8-12 പോയില്ലെങ്കിലും ബാധകാധിപനായി ബാധാസ്ഥാനത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോഴൊരു ബാധാബന്ധമുണ്ട്. അതിന്റെ കേന്ദ്രത്തിൽ രാഹു മാന്യൊക്കെ വന്നു. അപ്പോൾ സർപ്പദോഷം അതിനകത്ത് ഉണ്ട്. സർപ്പം കടിച്ച് 2 എണ്ണം മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സർപ്പദോഷമില്ലേ? പിന്നെ പറഞ്ഞ എന്തോ ദോഷം വേണം? ഇതെല്ലാം കൂടി നല്ലൊരു നമ്പൂതിരിയെ വിട്ട് ഭംഗിയായിട്ട് ഒരു പൂജ ചെയ്തു. പൂജയുടെ ഒഴിവ് നോക്കിയത് ഞാൻ തന്നെ, നന്നാ ചെയ്തു. അതോടെ തീർന്നു പോയി. അവര് രക്ഷപ്പെട്ടു. ഇതിലൊക്കെയാണ് ജ്യോതിഷത്തിന് വിശ്വാസം ഉണ്ടാകുന്ന ജനങ്ങൾക്ക്. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിശ്വാസം ഉണ്ടാകും. നമ്മൾ കുറെ മെനക്കെട്ട് പഠിക്കണം, പഠിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ വന്നു കയറിയതും പലതൊക്കെ വിളിച്ചു കൂവിയിട്ട് കൈവേദന ഉണ്ടോ, കാലുവേദന ഉണ്ടോ, മുട്ടുവേദന ഉണ്ടോ, പല്ലുവേദന ഉണ്ടോ, വയസ്സായില്ലേ, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കുന്നതിലൊന്നും കാര്യമില്ല. കാര്യമായ പോയിന്റ് 2 പോയിന്റ് പറഞ്ഞാൽ മതി, അവിടെ ഇരിക്കും. ഇതൊന്ന് എഴുതിക്കൊള്ളുമോ നിങ്ങൾ? അതാ ഞാൻ പറഞ്ഞു തരണോ? ശരി ശരി ശരി. ഇനി വേറെയും പറയാനുണ്ട്. അന്നത്തെ തിഥി എന്തോന്നും അതൊന്നും ഞാൻ കാര്യത്തിലേക്ക് കടന്നു വന്നില്ല. ചതുർദശി, കൃഷ്ണപക്ഷ ചതുർദശിയുടെ 2ാം ഭാഗം സ്ഥിരകരണം. ചതുർദശി കറുത്തവാവിന്റെ അടുത്ത് സ്ഥിരകരണമാണ്. വളരെ ദോഷമാണ്. സ്ഥിരകരണത്തിനുള്ള പ്രത്യേകത എന്താണ് അറിയാമോ?
ദേവപ്രശ്നത്തിൽ പറയുന്നത് എങ്ങനെയാണ്? സ്ഥിരകരണമായിട്ട് ഒരു ദേവപ്രശ്നം വയ്ക്കാൻ വന്നാൽ ദേവന്റെ അമ്പലത്തിൽ പാമ്പ്, പല്ലി ഇതൊക്കെ കൂട് വെച്ചിട്ടുണ്ടെന്നാണ്. കേറി പാമ്പ്, കാക്ക, മൂങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറുകയും കൂട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ദേവപ്രശ്നത്തിൽ പറയുന്നത്. സ്ഥിരകരണം വന്നാൽ ഇവിടെ എങ്ങനെയുണ്ട്? അവിടെ നിന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് പിടിക്കാം. നക്ഷത്രവും തിരിയെങ്കിലും കൂടി കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിവിഴുന്നു എന്നാണ്. സ്ഥിരകരണം വന്നു കഴിഞ്ഞാൽ പാമ്പ്, മൂങ്ങ, കാക്ക ഇങ്ങനെയുള്ള ദുർജന്തുക്കൾ അതിനകത്ത് കൂട് വയ്ക്കുകയോ കയറി വാസം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നോ പറയാം ദേവപ്രശ്നത്തിൽ. അപ്പോൾ ഒരു പാമ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുർമൂർത്തികൾ, ദുർ ജന്തുക്കളുടെ വാസം അതിനകത്ത് ഉണ്ടെന്നുള്ള പറയാം നമുക്ക്. അതിൽ വെച്ച് പിടിച്ചു കയറാം. എന്നിട്ട് അതിൽ ഏതാണെന്നുള്ളത് രാഹുവിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞുതരും. രാഹു മാനയും കൂടി പറഞ്ഞുതരും. പിന്നെ വിശാഖമാണ് നക്ഷത്രം. ഒന്നിനും കൊള്ളാത്ത ഒരു നക്ഷത്രമാണ്. ഒരു മുഹൂർത്തത്തിനും എടുക്കാത്ത ഒരു നക്ഷത്രം. വിശാഖവും കാർത്തികയും ഒരു മുഹൂർത്തത്തിനും എടുക്കില്ല. അത് നല്ലത്. വന്ന സമയം രാത്രി, ടു ലേറ്റ്. അപ്പോൾ എന്തോ നേരത്തെ ചെയ്ത് തീർക്കേണ്ട കാര്യം എന്തോ പെൻഡിങ് കിടക്കുകയാണ്. ഇത് വളരെ മുൻപിൽ ചെയ്യേണ്ടതാണ്, പെൻഡിങ് കിടക്കുന്നു. ഇതൊക്കെ സമയം കൊണ്ട് പറയാം. രാത്രിയാണ് വന്നത്. ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ സമയ സംബന്ധമായ കാര്യമാണ്. എഴുതാം. നമുക്ക് കാര്യത്തിലേക്ക് മാത്രം കടന്നാൽ മതി. ഒരുപാട് കടന്ന് വലിച്ച് നീട്ടണ്ട. ലഗ്നം മിഥുനമാണ്. വ്യാഴം ബലവാനായി 7 നിൽക്കുന്നത് ഈശ്വരാനുഗ്രഹമുണ്ട്. വ്യാഴം ബലവാനായി കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നതാണ്. എന്നാലും ബാധകാധിപനാണ്, വ്യാഴം ബാധകാധിപനാണ് എന്ന നിലയ്ക്ക്, വ്യാഴം ബാധകാധിപൻ എന്ന നിലയ്ക്ക് ദോഷ സൂചനയും കൂടെ ഉണ്ട്. ബാധകാധിപൻ എന്ന നിലയ്ക്ക് ദോഷ സൂചനയും കൂടെ ഉണ്ട്. ദോഷ സൂചനയും കൂടെ ഉണ്ട്. വീട് വയ്ക്കാൻ സമയമായോ എന്നതാണ് ചോദ്യം. വീട് വയ്ക്കാൻ സമയമായോ എന്നതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായി ചോദിച്ചതുകൊണ്ട് ആരൂഢം കൊണ്ട് കാര്യം ചിന്തിക്കുക. ലഗ്നം കൊണ്ട് കാര്യം ചിന്തിക്കുക. ലഗ്നം കൊണ്ട്. ചോദ്യം വ്യക്തമായി ചോദിച്ചതുകൊണ്ട് ലഗ്നം കൊണ്ട് കാര്യം ചിന്തിക്കുക. ലഗ്നം കൊണ്ട് കാര്യം ചിന്തിക്കുക. വിഷയം 4-ാം ഭാവ സംബന്ധമായതുകൊണ്ട്, വിഷയം 4-ാം ഭാവ സംബന്ധമായതുകൊണ്ട് നാലാം ഭാവത്തെയും കൂടി കണക്കിലെടുക്കണം.
നാലാം ഭാവത്തെയും കൂടെ കണക്കിലെടുക്കണം. ലഗ്നാധിപനും 4-ാം ഭാവാധിപനെ ബുധൻ 5-ൽ നിൽക്കുന്നത് നല്ല സൂചനയാണ്. ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമായ ബുധൻ 5-ൽ നിൽക്കുന്നത് നല്ല സൂചനയാണ്. നല്ല സൂചനയാണ്. അടുത്ത ലൈനില് ലഗ്നത്തിലെ മാന്നി രാഹു സംയോഗം സർപ്പധ്വംസനത്തിന്റെ ലക്ഷണമാണ്. സർപ്പധ്വംസനത്തിന്റെ ലക്ഷണമാണ്. വ്യാഴം ബാധകാധിപനാവുകയും അതിന്റെ കേന്ദ്രത്തിൽ രാഹുവും മാന്നിയും വന്നതും സർപ്പകോപത്തിന്റെ സൂചനയാണ്. മാന്നിയും രാഹുവും നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. യുവമിഥുനങ്ങളാണ് അവിടുത്തെ ചിഹ്നം. മാന്നിയും രാഹുവും നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. യുവമിഥുനങ്ങളാണ് അവിടുത്തെ ചിഹ്നം. ഇങ്ങനെയുള്ള രണ്ടുപേർ മുൻകാലത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള രണ്ടുപേർ മുൻകാലത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു.
ഈ പ്രേതങ്ങളെ ആരാധിച്ചും വന്നിരുന്നു. ഈ പ്രേതങ്ങളെ ആരാധിച്ചും വന്നിരുന്നു. തിലഹോമം നടത്തി, അടുത്ത ലൈനില് തിലഹോമം നടത്തി ഇവർക്ക് മുക്തി കൊടുക്കാൻ നിർദ്ദേശിച്ചു. തിലഹോമം നടത്തി ഇവർക്ക് മുക്തി കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഒന്നുകൂടെ പറയണം സർ. തിലഹോമം നടത്തി ഈ പ്രേതങ്ങൾക്ക് മുക്തി കൊടുക്കാൻ നിർദ്ദേശിച്ചു. തിലഹോമം എന്ന് പറയുമ്പോൾ അത് ഒറ്റ വാക്കിൽ പറഞ്ഞു. ഗണപതി ഹോമം നടത്തി, സൂർജ ഹോമം ഒക്കെ നടത്തിയിട്ട് തിലഹോമം ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് പരിഹാരത്തിൽ പിടിക്കാം. ലഗ്നത്തിലും 4-ലും ശനിയുടെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിലും 4-ലും ശനിയുടെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിലും 4-ലും ശനിയുടെ ദൃഷ്ടിയുണ്ട്. വീട് വയ്ക്കാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. വീട് വയ്ക്കാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. അതിനെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ കെട്ടിടം വെച്ചു. അതിനെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ കെട്ടിടം വെച്ചു. ശരി, അപ്പോൾ ഈ കാര്യം തീർന്നു. അടുത്ത ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ കൂടി ഇട്ട് തരാം. ഇതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റിയ 1-2 എക്സാമ്പിൾ. ഇന്ന് സമയമായി. ഓക്കെ, നിർത്താമോ? നിർത്താം. സർ